റഹീം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ റഹീം, സീതാറാം യെച്ചൂരി എങ്ങനെ ഓർത്തെടുക്കുന്നു? ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് 2004 ഞാൻ സർവകലാശാല യൂണിയന്റെ ചെയർമാനാകുന്ന സമയത്ത് അന്ന് കേരള സർവകലാശാല ഞങ്ങളുടെ യൂണിയന്റെ ഉദ്ഘാടനമാണ് അദ്ദേഹമാണ് നിർവഹിച്ചത്, ശ്രീ സീതാറാം യെച്ചൂരി. അന്നൊരു പ്രത്യേകമായൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലത്ത് CMB തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കോമൺ മിനിമം പ്രോഗ്രാം. അതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന സഖാവ് സീതാറാം യെച്ചൂരിയാണ് അന്ന് ഞങ്ങളുടെ യൂണിയൻ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കുകയും വരികയും ചെയ്തത്. നേരത്തെ സഖാവ് സുജാത സൂചിപ്പിച്ചതുപോലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി യൂണിയന്റെ നേതാവായിരുന്ന ആൾ എന്ന നിലയിലാണ് ഞങ്ങളെ ക്ഷണിച്ചത്. അന്ന് മുതൽ പിന്നീട് നല്ല ബന്ധമുണ്ട്. പക്ഷെ അന്ന് ഏറ്റവും അടുത്ത ബന്ധം രൂപപ്പെടുന്നത് ഡൽഹി രാഷ്ട്രീയത്തിലേക്ക് ഞാൻ നിയോഗിക്കപ്പെട്ടതിന് ശേഷമാണ്. DYFIയുടെ അഖില ഇന്ത്യ സെന്ററിലേക്ക് പോയ സമയം മുതൽ ഇതുവരെയും ഒട്ടേറെ വ്യക്തിപരമായ അനുഭവങ്ങൾ, മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്ന അനുഭവങ്ങൾ ആ മഹാനായ മനുഷ്യനോടൊപ്പം എനിക്കുണ്ടായിരുന്നു എന്നുള്ളത് എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എല്ലായ്പ്പോഴും എനിക്ക് കൂടുതൽ കരുത്ത് പകരും എന്ന് ഞാൻ കരുതുകയാണ്. ഞങ്ങളുടെ പാർട്ടിക്ക് മാത്രമല്ല, ഞങ്ങളുടെ പാർട്ടിക്ക് തീരാനഷ്ടമാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾക്കും സഖാവ് സീതാറാം യെച്ചൂരിയുടെ വിയോഗം ഒരു കനത്ത ആഘാതമാണ് എന്ന് പറയാതെ വയ്യ. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നിർണായകമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യൻ സെക്കുലർ മൂവ്മെന്റിന് ശക്തി നൽകിയ ഭീഷണാശാലിയായ നേതാവായിരുന്നു സഖാവ് സീതാറാം. വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിന്ന് രാഷ്ട്രീയക്കാരെ വളരെ കൃത്യമായി ഏകോപിപ്പിക്കുന്നതിന് എല്ലാവരുടെയും സ്വീകാര്യത പിടിച്ചു പറ്റിയ വലിയ രാഷ്ട്രീയ തന്ത്രജ്ഞൻ കൂടിയായിരുന്നു അദ്ദേഹം. നിർണായകമായി ഇന്ത്യൻ രാഷ്ട്രീയം ആഗ്രഹിച്ചിരുന്ന അത്തരം സന്ദർഭങ്ങളെല്ലാം തന്നെ ഒരു ഡിപ്ലോമാറ്റിക് മൂവിന് നേതൃത്വം കൊടുക്കാൻ പറ്റിയ കൃഷ്ണാചാര്യായ രാഷ്ട്രീയ നേതാവായിരുന്നു പ്രിയപ്പെട്ട സഖാവ് സീതാറാം യെച്ചൂരി. എല്ലാവരോടും സ്നേഹമായിരുന്നു. ഒടുവിൽ പാർലമെന്റിൽ വെച്ചാണ് പരസ്പരം കാണുന്നത്. അദ്ദേഹത്തെ കാണുമ്പോഴും പാർലമെന്റിൽ ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം എന്തുമാരുടെ യോഗത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഒടുവിലായി ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചത്. അദ്ദേഹത്തിന് അസുഖമായി, ന്യൂമോണിയായി, എയിംസിലാണ്, ചികിത്സയിലാണ് എന്നെല്ലാം തന്നെ ഓരോ ദിവസവും അറിയുന്നുണ്ടായിരുന്നു. വിവരങ്ങൾ വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഒരു പ്രത്യേകമായൊരു മെഡിസിൻ, ആ മെഡിസിന്റെ സഹായത്തോടു കൂടി അദ്ദേഹം തിരിച്ചു വരുമെന്നാണ് ഞങ്ങൾ എല്ലാവരും കരുതിയത്. പക്ഷേ അതിനും സാധിക്കാതെ പോയി. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ പോരാളിയായിരുന്നു, പ്രക്ഷോഭകാരിയായിരുന്നു, ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, അടിമുടി രാഷ്ട്രീയ മനുഷ്യരായിരുന്നു സഖാവ് സീതാറാം യെച്ചൂരി. പ്രിയപ്പെട്ട നേതാവിന്റെ വിയോഗ വാർത്ത വളരെ വേദനയോടെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കളും മെമ്പർമാരും ഏറ്റെടുക്കുന്നത്. അങ്ങേറ്റത്തെ വിഷമമുണ്ട്, അങ്ങേറ്റത്തെ വേദനയുണ്ട്. അങ്ങേറ്റം വേദനയോടുകൂടി അദ്ദേഹത്തിന്റെ വിയോഗത്തിന്റെ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. ഉറപ്പായും റഹീം, അദ്ദേഹത്തിന് വിവരിക്കാൻ കഴിയുന്നതിലും അപ്പുറമുള്ള വിശേഷണങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു തീർക്കാൻ പറ്റാത്തത്രയും ഓർത്തെടുക്കുകയായിരുന്നു യെച്ചൂരിയെ പറ്റി. അത്രമാത്രം